എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 40-ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയായിരുന്നു അതിശക്തമായ ഛർദിയും വയറിളക്കവും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി നിരവധി പേർ പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും കാഞ്ഞിരക്കുളത്തെ സ്വകാര്യ ആശുപത്രികളിലും എത്തിയത്. ഇവരിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാത്ത സാഹചര്യത്തിൽ വിശദമായ പരിശോധനക്കൊടുവിൽ വയറിളക്കത്തിനും ഛർദിക്കും പുറമെ ശക്തമായ വയറുവേദന, വയറെരിച്ചിൽ, തലവേദന, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിനൊടുവിൽ കാഞ്ഞിരക്കുളം, പുതിയതുറ, പുത്തൻകട, ഊരമ്പ് ചന്തകളിൽ നിന്ന് വാങ്ങിയ ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട മീനാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണമായതെന്നാണ് കരുതപ്പെടുന്നത്. സമാനമായ ലക്ഷണങ്ങളോടുകൂടി വിവിധ ആശുപത്രികളിൽ നിരവധി പേർ ചികിത്സ തേടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. പഴയക്കട, ഊരമ്പ്, ചാമവിള, കുറുവാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെയും രോഗം ബാധിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മാത്രം 2 ദിവസങ്ങളിലായി 27 പേർ ചികിത്സ തേടി. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നഗരത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സ തേടിയവരുണ്ട്. പുല്ലുവിളക്ക് സമീപം പള്ളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മൊത്തവ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നാണ് കാഞ്ഞിരക്കുളം, പുതിയതുറ, പുത്തൻകട, ഊരമ്പ് ചന്തകളിൽ വിൽപ്പനയ്ക്കുള്ള മീൻ എത്തിച്ചത്. ഇത്തരത്തിലെത്തിച്ച ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട മീനാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണമെന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ എടുക്കുന്നുണ്ട്. റോഡ് മാർഗമാണ് കൂടുതലും എത്തിക്കുന്നത്. ശീതീകരിച്ച സംവിധാനമുണ്ടെങ്കിലും മീൻ കേടാകാതിരിക്കാൻ ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. സമാനമായ കേസുകൾ പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കുന്നതാണ്.